നമസ്കാരം. നമസ്കാരം. നാളെ ഭാരതത്തിൻ്റെ പരമോന്നത ബഹുമതികളിൽ മൂന്നാമത്തെ ബഹുമതിയായ പത്മഭൂഷൺ കേരളത്തിലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സമ്മാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം. ഈ പത്മശ്രീ പുരസ്കാരങ്ങൾ ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തെളിച്ചു പറഞ്ഞാൽ ക്ലീൻ ഇമേജുള്ള ആളുകളായിരിക്കണം, യാതൊരു തരത്തിലുള്ള കുറ്റവാളികളായിരിക്കരുത്, ഷെയ്ഡി ക്യാരക്ടേഴ്സ് ആയിരിക്കരുത്, അവരുടെ പേരിൽ കേസുകൾ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു നിബന്ധന പറഞ്ഞ് കേൾക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സാമൂഹിക സേവന രംഗത്തെ മഹത്തായ സംഭാവനകളെ മാനിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു അറിയിപ്പ്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ ഏതെങ്കിലും തരത്തിൽ പത്മഭൂഷൺ പുരസ്കാരത്തിന് വേണ്ടി സംസ്ഥാനം ശുപാർശ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച പിണറായി വിജയൻ സർക്കാരും ഇപ്പോൾ ഭരിക്കുന്ന VD സതീശൻ സർക്കാരും പറയുന്നത്. അങ്ങനെയെങ്കിൽ കേന്ദ്രം നേരിട്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. സാധാരണഗതിയിൽ സംസ്ഥാനത്തിന് പത്മഭൂഷൺ പുരസ്കാരത്തിന് അല്ലെങ്കിൽ പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായവരുടെ പേരുകൾ നേരത്തെ തന്നെ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ചോദിക്കുകയും കേന്ദ്രത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകളുടെ ലിസ്റ്റ് കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് ഉള്ളത്. അതിൽ നിന്നും കേന്ദ്രം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ സംസ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം പോയിട്ടില്ല എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് നേരിട്ട് തന്നെയാണ് പത്മഭൂഷൺ കേന്ദ്രം കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം കുറ്റം പറയുന്നതിൽ അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP സമുദായത്തിൻ്റെ അധ്യക്ഷനായ അദ്ദേഹം എപ്പോഴും ജാഗ്രത കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന മഹത്തായ അദ്വൈത സിദ്ധാന്തം കേരളത്തിന് അരുളിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഉരുവം കണ്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ തന്നെയാണ് കേരളത്തിൽ വർഗീയ വിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ പലപ്പോഴും കേരളത്തിലെ പല രാഷ്ട്രീയ കക്ഷികൾക്കും വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക ആചാര്യനോട് വ്യക്തിപരമായി തന്നെ വിരോധം ഉണ്ടായിട്ടുണ്ട്. അത് അവർ തുറന്ന് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ സമ്മാനിക്കപ്പെടുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. മറ്റൊരു കാര്യം കൂടി, കഴിഞ്ഞ പത്മ പുരസ്കാരങ്ങൾ സമർപ്പിച്ച വേളയിൽ എനിക്ക് പത്മഭൂഷൺ കിട്ടാത്തതിൽ വിഷമമില്ല, എൻ്റെ പട്ടിക്ക് വേണം പത്മഭൂഷൺ കാശ് കൊടുത്താൽ ആർക്കും കിട്ടും എന്നൊക്കെ തരത്തിലുള്ള വില കുറഞ്ഞ വിവാദപരമായിട്ടുള്ള വിമർശനങ്ങളും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശന് ലഭ്യമാകുന്ന ഈ പത്മ പുരസ്കാരത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്കിടയിൽ ഈ പത്മഭൂഷൺ അദ്ദേഹത്തിന് കിട്ടുന്നതിൽ അദ്ദേഹത്തിന് അതിന് അർഹനാണോ എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഫവാസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും മറുപടി? ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വാങ്ങാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് തന്നെ പറയും. കൊടുക്കപ്പെടാനും അദ്ദേഹം യോഗ്യനല്ല. കാരണം SNDPൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാർ രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട്, ഇന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണം, അദ്ദേഹം അതിന് യോഗ്യനല്ല, അദ്ദേഹത്തിനെതിരെ 123ഓളം കേസുകളുണ്ട് എന്നുള്ളത് മറ്റാരുമില്ല, SNDPയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാർ കത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് സത്യാവസ്ഥ. SNDP സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതിയാണ് അത് കൊടുത്തിരിക്കുന്നതെന്നുള്ളതാണ് അറിയുന്നത്. കാരണം ആ സമിതി പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. പല ആരോപണങ്ങൾ ഇപ്പം നമുക്ക് തന്നെ അറിയാം. അദ്ദേഹം ഇപ്പം അടുത്ത് തന്നെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു പക്ഷേ അദ്ദേഹം ജയിലിൽ അകത്തോട്ട് പോകും എന്നുള്ളത് വളരെ ക്ലിയറാണ്. അപ്പം എന്തായാലും കേന്ദ്രം ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3-4 മാസമുള്ളൊരു ന്യൂസ് കിട്ടും. ഈ പറഞ്ഞ പോലെ രാഷ്ട്രപതി അവാർഡ് വാങ്ങിയാൽ ജയിലിൽ എന്നുള്ള തരത്തിലൊരു ന്യൂസ് എന്തായാലും പുറത്തു വരും. കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും 3 മാസം വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും ഈ സാധനം പുറത്തു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തായാലും അദ്ദേഹം അകത്ത് പോകുന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. പക്ഷെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ സാറ് പറഞ്ഞ പോലെ ഇത് ആർക്കുമാണ് ഈ പുല്ല്, എനിക്ക് വേണ്ട, ഇത് പൈസ കൊടുത്ത് ആർക്കും കിട്ടും എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞ ആളാണ്. എനിക്ക് വേണ്ട എന്നല്ല പറഞ്ഞത്, എൻ്റെ പട്ടിക്ക് വേണം എന്നാണ് പറഞ്ഞത്. അതായത് അത്രത്തോളം വില കുറഞ്ഞ ഒരു പുരസ്കാരമായി ഇതിനെ ഞാൻ കാണുന്നു എന്നാണ് അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഈ കുറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ
പുരസ്കാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ വീണ്ടും വെള്ളാപ്പള്ളിയെ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പുരസ്കാരത്തിൽ ഇപ്പോഴും പഴയ നിലപാട് തന്നെയാണോ താങ്കൾക്കുള്ളത്? അന്ന് പറഞ്ഞല്ലോ പട്ടിക്ക് വേണം, ഞാനത് നിരസിക്കുന്നു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അഭിപ്രായത്തോട് ഇപ്പോഴും യോജിക്കുന്നുണ്ടോ, അതാണോ നിലപാടെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതല്ലേ, പത്മഭൂഷൺ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ എന്നാണ് വെള്ളാപ്പള്ളി ഇക്കുറി അതിനെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം തനി ഓന്താണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം വി.ഡി. സതീശൻ്റെ കാര്യത്തിലും സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഒരു നിലപാട് പറഞ്ഞത്. സതീശൻ അന്ന് വെല്ലുവിളി ഏറ്റെടുത്തു, സതീശൻ വെല്ലുവിളി ഏറ്റെടുത്തു. താൻ ഈ പറഞ്ഞ പോലെ 102 സീറ്റ് കിട്ടിയില്ല, 100 സീറ്റിന് മുകളിൽ കിട്ടിയിട്ടില്ല എന്ന് താൻ രാജിവെക്കുമെന്ന് പറയുന്നു. വെള്ളാപ്പള്ളി പറയുന്നു അത്ര കിട്ടിക്കഴിഞ്ഞാൽ താൻ SNDP സ്ഥാനം രാജിവെച്ച് താനും പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വാഗ്വാദങ്ങൾ ജയിച്ചതിന് ശേഷം പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അപ്പം അദ്ദേഹം അതിൽ നിന്ന് അതൊക്കെ അപ്പോഴത്തെ ഒരു ഇതിൽ എന്നൊക്കെ പറഞ്ഞ് തലയോടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം സെയിം സാധനം തന്നെ ഇതിൽ വന്നത്. അന്ന് ഇയാൾ പറഞ്ഞു വേണ്ട എൻ്റെ പട്ടിക്ക് വേണം, രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് അദ്ദേഹം പട്ടിയോട് ഭൂമിച്ചത്. എന്നിട്ട് പിന്നെ വീണ്ടും കേന്ദ്രം ഇതിൻ്റെ പിന്നാലെ ഈ സാധനം പിന്നാലെ ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് നടക്കുന്നതിൻ്റെ പിന്നിൽ വളരെ കൃത്യമാണ്. കുറച്ചെങ്കിലും വോട്ട് എവിടെന്നെങ്കിലൊക്കെ കിട്ടും ഇദ്ദേഹം, അത് വളരെ കൃത്യമാണ്. പിണറായി വിജയൻ ഇദ്ദേഹത്തെ കൊണ്ട് നടക്കുമ്പോഴും എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഇദ്ദേഹം BJPക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇക്കുറി തെക്കൻ കേരളത്തിൽ BJPക്ക് 3ഓളം സീറ്റ് കിട്ടിയതിനും കാരണം അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായിട്ട് ഇപ്പം ഞാൻ തെക്കൻ കേരളത്തിൽ ഇക്കുറി വർക്ക് ചെയ്തായിരുന്നു. അപ്പം വളരെ വിസിബിൾ സാധനമാണ്. BJPക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും പല നേതാക്കന്മാരും മത സാമുദായിക നേതാക്കന്മാരും പരസ്യമായ നിലപാടെടുത്തവരുണ്ട്, അല്ലാണ്ടേ ഉണ്ട്. പക്ഷേ BJPക്ക് വേണ്ടി കൃത്യമായ നിലപാടെടുത്ത ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അല്ല, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടപെട്ട് സംസാരിക്കില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണകർത്താക്കൾക്കൊപ്പം നിൽക്കാനാണ് അദ്ദേഹം എപ്പോഴും താല്പര്യം കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച് പിണറായി വിജയനോടൊപ്പം തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും. ഇക്കുറിയും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത് വീണ്ടും പിണറായി വിജയൻ തന്നെ 3.0 ആവർത്തിച്ച് ഭരണത്തിൽ വരണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ താല്പര്യം. CPM-ൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ പിണറായി വിജയനെ പോലെ ഒരു നേതാവിനെ എടുത്തു കാണിക്കാനില്ല എന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞത്. പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ അവലോകനങ്ങളെല്ലാം വിലയിരുത്തൽ CPM-ൻ്റെ അവലോകന യോഗങ്ങൾ കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും മലക്കം മറിയുന്നൊരു കാഴ്ച കണ്ടു. പിണറായി വിജയനെ തിരുത്താൻ ഇടതുപക്ഷത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പിണറായി വിജയനെ തിരുത്താൻ എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ തിരുത്തേണ്ടതില്ലല്ലോ. അപ്പോൾ തെറ്റ് ചെയ്ത ആണ് പിണറായി വിജയൻ, തെറ്റുപറ്റിയിരിക്കുന്നു. പിണറായി വിജയൻ്റെ ആ തെറ്റ് തിരുത്താൻ ഇടതുപക്ഷത്തിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ പച്ചയായ അർത്ഥം പിണറായി വിജയന് തെറ്റുപറ്റിയിരിക്കുന്നു, അതുകൊണ്ടാണ് തോറ്റത്. ഇതുപോലെ തന്നെയാണ് വി.ഡി. സതീശൻ്റെ കാര്യത്തിലും പറഞ്ഞത്. ഫവാസ് പറഞ്ഞ് ഞാനൊന്ന് തിരുത്തി പറയുന്നു. അതായത് 100 സീറ്റ് UDFന് കിട്ടുകയാണെങ്കിൽ കിട്ടിയ അധികാരത്തിൽ വരുമെന്നാണ്, 100-ലധികം സീറ്റ് കിട്ടിയ അധികാരത്തിൽ വരുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊന്ന് തിരുത്തി പറഞ്ഞു, 100 സീറ്റ് വേണ്ട, 1 സീറ്റ് ഞാനായി കുറയ്ക്കുന്നു. 99 സീറ്റ് കിട്ടി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ തലമൊട്ടയടിക്കും, വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. മറിച്ച് UDFന് 99 സീറ്റ് കിട്ടിയില്ല, ഭരണം കിട്ടിയില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് വി.ഡി. സതീശൻ പോകുമോ എന്നാണ് ചോദിച്ചത്. വി.ഡി. സതീശൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. കാരണം കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം നന്നായി അറിയാവുന്ന ആൾ തന്നെയായിരുന്നു വി.ഡി. സതീശൻ. 102 സീറ്റാണ് വി.ഡി. സതീശന് കിട്ടിയത്, അതായത് UDFന് കിട്ടിയത്. 110 സീറ്റോളം കിട്ടും എന്നാണ് നമ്മളടക്കമുള്ള പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് ചില സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ചകൾ തന്നെയാണ് അതിലേക്ക് പോകാതിരുന്നത്. അത് കുറെ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഏതാണ്ട് 105-നും 110-നും ഇടയ്ക്ക് UDFന് സീറ്റ് കിട്ടുമായിരുന്നു. അതെന്തായാലും 102 സീറ്റ് കിട്ടി, UDF അധികാരത്തിൽ വന്നു. അപ്പോഴും ഫവാസ് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശനെ കണ്ട മാധ്യമങ്ങൾ ചോദിച്ചു, താങ്കൾ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, എപ്പോഴാണ് തലമുട്ടയടിക്കുന്നത്, എപ്പോഴാണ് വനവാസത്തിന് പോകുന്നത് ചോദിച്ചു. അതൊക്കെ അപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് സംസാരിച്ചതിൽ അത് ഇത്ര കാര്യമാക്കി എടുക്കാനുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് വാക്കിന് വില കൽപ്പിക്കാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പല കുറി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതല്ല വിഷയം. രാജ്യത്തെ പരമോന്നത ബഹുമതിയാണ് പത്മപുരസ്കാരം. ആ പത്മപുരസ്കാരങ്ങളിൽ തന്നെ 3ാമത്തെ വലിയ ബഹുമതിയാണ് പത്മഭൂഷൺ. ഈ പത്മഭൂഷൺ കാശ് കൊടുത്താൽ കിട്ടും, എൻ്റെ പട്ടിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞൊരാൾ ആ പുരസ്കാരത്തെ അന്നേ തന്നെ അധിക്ഷേപിക്കുന്നതായിരുന്നു. പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മപുരസ്കാരങ്ങൾ കിട്ടിയ ആളുകളെല്ലാവരും കലാകായിക സാഹിത്യ മേഖലയിൽ, അല്ല എന്നുണ്ടെങ്കിൽ പൊതുസേവന രംഗത്തെല്ലാം അദ്വിതീയന്മാരായ ആളുകൾക്ക് തന്നെയാണ് അത് ആ പുരസ്കാരം ലഭ്യമാക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങളോ രാഷ്ട്രീയമായ ഏതെങ്കിലും തരത്തിലുള്ള പിന്താങ്ങലുകൾക്ക് ഒരുപക്ഷെ പത്മഭൂഷൺ പുരസ്കാരങ്ങൾക്ക് അല്ലെങ്കിൽ പത്മപുരസ്കാരങ്ങളുടെ പുറകിലുണ്ടായിരിക്കാം. എന്നാലും അവരെല്ലാവരും തന്നെ അർഹതയുള്ള ആളുകൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അർഹതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവാർഡ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നും തെറ്റു പറയാൻ പറ്റുന്നില്ല. രാഷ്ട്രീയ
ഭരണങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് ഭരണമാറ്റം അനുസരിച്ചിട്ട് സർക്കാരുകളായിരിക്കും മിക്കവാറും ആളുകളെയൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ കഴിവുള്ള ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അവിടെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായെന്ന് കരുതി തെറ്റൊന്നും പറയാനില്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ഈ പുരസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ പട്ടിക്ക് വേണം, കാശ് കൊടുത്താൽ ആർക്കും കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ആ പുരസ്കാരത്തെ പോലും അധിക്ഷേപിച്ച് സംസാരിച്ച ഒരാൾ, ആ ആൾക്കാണ് കേന്ദ്ര സർക്കാർ സാമൂഹ്യ സേവന രംഗത്ത് നൽകിയ മഹത്തായ സംഭാവനകളെ പരിഗണിച്ച് ഈ അവാർഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തെ അല്ലെങ്കിൽ കേന്ദ്ര ഈ പത്മഭൂഷൺ സമിതിയൊക്കെ ആരെങ്കിലും കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നോക്കുമ്പോൾ എപ്പോഴും മാറി മാറി കേരളം ഭരിക്കുന്നവർക്കൊപ്പം നിൽക്കും. ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം ചെയ്തൊരു കാര്യം, BDJS എന്നൊരു പ്രസ്ഥാനം രൂപം കൊടുത്ത് ആ പ്രസ്ഥാനത്തെ NDAയുടെ ഘടകകക്ഷിയായി കേന്ദ്രത്തിലെ കേന്ദ്രം ഭരിക്കുന്ന BJPയോടൊപ്പം നിർത്തി എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും അദ്ദേഹത്തിന് ഭരണപരമായ നേട്ടങ്ങൾ കിട്ടും. മകൻ അവിടെ NDAയോടൊപ്പം നിൽക്കുന്നു, ഇവിടെ പിണറായി വിജയൻ എന്ന ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ നേതാവിനൊപ്പം നിൽക്കുന്നു. 10 വർഷം ഭരിച്ച് പിണറായി വിജയനോടൊപ്പം നിൽക്കുമ്പോൾ എപ്പോഴും പിണറായി വിജയനെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കുന്നു, പിണറായി വിജയൻ്റെ അടുത്തയാളെന്ന വിശേഷണം ഉണ്ടാകുന്നു. ഇതൊക്കെ വെള്ളാപ്പള്ളി നടേശന് കേരളത്തിലും പിണറായി വിജയൻ്റെ തണൽ ഒരുക്കുന്ന കാര്യം തന്നെയായിരുന്നു. അപ്പോൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും എപ്പോഴും തൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ തൻ്റെ ഒരു അവസ്ഥ വളരെ സേഫായി നിർത്തിക്കൊണ്ട് സ്വസ്ഥമായി സുരക്ഷിതമായി നിർത്തുവാനുള്ള ഒരു കുറുക്കൻ്റെ ബുദ്ധി, ശൃംഖാലതന്ത്രം എന്നാണ് അതിനെ പറയുക. അതെപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചിട്ടുണ്ട്. നേരത്തെ ഫവാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇടപെടലുകൾ കൊണ്ട് BJPയിലേക്ക് കുറച്ച് വോട്ടുകൾ ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫവാസ് അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ BJPക്ക് 3 സീറ്റ് കിട്ടിയതുമായി നിയമസഭയിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാനായി 3 സീറ്റ് കിട്ടി ഇക്കുറി. അത് ചരിത്രത്തിൽ ആദ്യം തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സാന്നിധ്യം BJPയുടെ വോട്ടിന് പുറകിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുള്ള ഒരു പ്രത്യുപകാര സ്മരണയായിട്ടാണ് കേന്ദ്രം വെള്ളാപ്പള്ളി നടേശന് പത്മപുരസ്കാരം കൊടുത്തത് എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റം പറയാൻ സാധിക്കില്ല. എന്തായാലും അത് ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. പത്മപുരസ്കാരത്തെ വളരെ ജുഗുപ്സയോടുകൂടി തള്ളിപ്പറഞ്ഞൊരാൾ, പത്മപുരസ്കാരത്തെ അവഹേളിച്ചൊരാൾ, കാശ് കൊടുത്താൽ ആർക്കും കിട്ടുക, എൻ്റെ വട്ടിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ആ പുരസ്കാരത്തെ നിഷേധിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഒരാൾക്ക് പത്മഭൂഷൺ പുരസ്കാരം കൊടുക്കുമ്പോൾ അതിൽ ഒരു അനൗചിത്യമില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഇപ്പം എനിക്ക് തോന്നുന്ന കാര്യം, കേന്ദ്രം ഈ വക കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബീഹാർ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്, ബീഹാറിലെ പല നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ പത്മവിഭൂഷണൊക്കെ കൊടുക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ അവരെ എന്നിട്ട് പിന്നെ BJPയുടെ കാൻഡിഡേറ്റ് ആക്കി നിർത്തുകയും അവർക്ക് നല്ല സ്വാധീനമുള്ള നേതാക്കന്മാരായിരിക്കും അവരൊക്കെ. അപ്പം ഇത് BJP ചെയ്യുന്ന സ്വാഭാവികം, അവർ കളിക്കുന്ന രാഷ്ട്രീയ ഗിമ്മിക്കിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. പക്ഷേ BJPക്ക് പറഞ്ഞ പോലെ ഉപകാരം കിട്ടിയിട്ടുണ്ട്. ഉപകാര സ്മരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സാധനം വെള്ളാപ്പള്ളി നടേശന് കൊടുത്തത്. അല്ലെങ്കിൽ വെറുതെ കൊടുക്കേണ്ട ഒരു ആവശ്യം BJPക്ക് അതെ, ഒരു പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ. കാരണം 3 സീറ്റ് കിട്ടുന്നതിൽ പരിധിവരെ അദ്ദേഹത്തിന് സഹായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പം അതിനുള്ളൊരു സ്മരണ എന്നുള്ള രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. കൊടുത്തതിൽ BJPക്ക് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. പിന്നെ അറ്റ്ലീസ്റ്റ് കേന്ദ്രം ചെയ്യേണ്ട കാര്യം, വെള്ളാപ്പള്ളിക്കോ ഉളുപ്പില്ല. അദ്ദേഹം ഉളുപ്പില്ലാണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ അടിക്കടി കേന്ദ്രത്തിനെതിരെ, കേന്ദ്രം കൊടുക്കുന്ന അവാർഡിനെതിരെയൊക്കെ പച്ചക്ക് പറയുന്ന ഒരാളാണ്. പക്ഷേ ഈ കേന്ദ്രത്തിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുന്നു, കേന്ദ്രത്തിനും ഇവരല്ലാണ്ടായോ എന്ന് ഞാൻ ആലോചിച്ച് പോകുന്നു. കാരണം ഇങ്ങനെ പറയുന്ന ഒരാൾ കയ്യിൽ നിന്ന് വീണ്ടും അവർക്ക് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. 124 പരം കേസുകളുടെ നിഴലിൽ നിൽക്കുന്ന ഒരാൾ ഈ കേസിൻ്റെയൊക്കെ കൃത്യമായ വിചാരണ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന് അകത്തു പോകുമെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ പത്മപുരസ്കാരം കിട്ടിയ ഒരാൾ ജയിലിൽ കിടക്കണേൽ ആ പുരസ്കാരം തിരിച്ചു വാങ്ങിക്കും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ അവാർഡിനെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പുരസ്കാര ദാനമായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. ഇത് രാഷ്ട്രപതിയോ അല്ലെങ്കിൽ പത്മഭൂഷൺ പുരസ്കാര സമിതിയോ ഒക്കെ വളരെ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കേണ്ടത് തന്നെയാണ്. ഇത് തന്നെയാണ് SNDP സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പോൾ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പത്മപുരസ്കാരങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത് അതീവ ബഹുമാനത്തോടു കൂടി തന്നെയാണ്. എപ്പോഴും ഈ പത്മഭൂഷണും പത്മ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ വലിയ പ്രതിഭകൾക്കാണ് അത് നൽകപ്പെട്ടിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാൾക്ക് സാമുദായിക സേവന രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകളെ മാനിച്ചുകൊണ്ട് ഈ പുരസ്കാരം നൽകുമ്പോൾ അത് എത്ര കണ്ട് ബഹുമാനിക്കപ്പെടുന്ന ഒരു സംഭവമായി, ചടങ്ങായി മാറുന്നു എന്നുള്ളത് പരിശോധിക്കും. വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ വലിയ എന്താ പറയുക, സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരാളുടെ ആത്മഹത്യയിലോട്ട് എത്തിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ സാമുദായിക സേവനങ്ങളൊക്കെ ചെയ്ത മഹത് വ്യക്തിത്വം തന്നെയാണ്. ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനിയും കൂടുതൽ SNDP നേതാക്കന്മാരുടെ ആത്മഹത്യ ചെയ്യുന്നതിലോട്ട് പ്രേരണയിലോട്ട് എത്തിച്ച വലിയ പുള്ളിയായിട്ട് തന്നെ വാഴ്ത്തപ്പെടുന്ന രാജാവായിട്ട് പിൽക്കാലത്ത് വരാൻ പോകുന്ന നേതാവ് തന്നെ ആയിരുന്നു ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി. പക്ഷേ ഈ കേസ് പെട്ടെന്ന് ഉയർന്നു വന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ
ഈ അവാർഡ് കിട്ടിയതിന് ശേഷം കേസ് വരികയും അദ്ദേഹം ജയിലിലാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുക്കണോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പം തിരിച്ച് ചോദിക്കും എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ കേന്ദ്രം ഇത് അറിഞ്ഞുകൊണ്ടും അദ്ദേഹത്തിന് കൊടുക്കണോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം കേന്ദ്രത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പം കേന്ദ്രം ആ വിഷയം എങ്ങനെ കാണുന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത രീതിയിലുള്ള വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന ഒരു അവാർഡാണ് പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മ പുരസ്കാരങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പുരസ്കരിക്കുന്നതിലൂടെ ആ പുരസ്കാരത്തെ തന്നെ അവഹേളിക്കുന്ന നടപടിയായിരിക്കുമെന്നാണ് SNDP സംരക്ഷണ സമിതി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ വെള്ളാപ്പള്ളി നടേശനെതിരെ തിരിഞ്ഞിരിക്കുന്നതല്ല, അദ്ദേഹത്തിൻ്റെ സ്വസമുദായത്തിൽ നിന്നും സ്വസംഘടനയിൽ നിന്ന് തന്നെയാണ് ഇത്തരം ബാലിശമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ അവാർഡ്, ഇത്രയും വലിയ അവാർഡുകളൊക്കെ സമ്മാനിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ വെള്ളാപ്പള്ളി നടേശന് രാഷ്ട്രപതി പത്മഭൂഷൺ പുരസ്കാരം സമർപ്പിക്കുമ്പോൾ അത് അർഹതയില്ലാത്തവരുടെ കൈകളിലേക്കാണ് കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹത്തിനുണ്ട്, കുറച്ചു പേർക്കെങ്കിലും ഉണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പിൽക്കാലത്ത് ഇന്ന് ഈ പുരസ്കാരം കൊടുക്കുന്ന ആളുകൾ ബാധ്യസ്ഥരായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.